range of the function f from r minus singleton 0 to r minus singleton 0 defined by fx equal to x plus 1 by x is option A r minus singleton 0, option B r minus open interval minus 2 option C r minus closed interval minus 2 ഓപ്ഷൻ ഡി ആർ മൈനസ് സിംഗിൾ അത് എഴുതിയിട്ടുണ്ടല്ലേ. ഇതിന്റെ റേഞ്ച് എന്താണെന്നാണ്. റേഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷന്റെ അതിന്റെ ഇമേജസിന്റെ കളക്ഷൻ, സെറ്റിലെ റേഞ്ച് ഡൊമൈനിലെ പോയിന്റ്സിന്റെ ഇമേജസിന് മുഴുവനും കൂടെയാണ് റേഞ്ച് എന്ന് പറയുന്നത്. അതൊക്കെ ഒരു +2 തലത്തിലെ ചോദ്യമാണ്, പക്ഷെ ആർക്കും ചെയ്യാൻ പറ്റത്തില്ലെന്ന് മാത്രം. ചോദ്യം +2 തലത്തിലാണ്, ഒരാളും കറക്റ്റ് ഉത്തരം പറയത്തില്ല. സിമ്പിളായിട്ടുള്ള ചോദ്യം അല്ല ഇത്. എന്തെങ്കിലും കിട്ടിയ ഇല്ലെങ്കിൽ സുല്ലിട്ടാൽ മതി. ഞാൻ പറഞ്ഞ സുല്ലിടുക പ്രയോഗമുണ്ടോ ഇവിടെ? പണ്ട് സാറ്റ് കളിക്കുമ്പോഴാണ്. കോട്ടയത്തുണ്ടങ്ങനെ പറയാം, ഇവിടെ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ഇവിടെ ഉണ്ടോ സുല്ലിടുക? ഇതൊക്കെ പ്രൈമറി ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് സാറ്റ് കളി. ഇപ്പം അതൊന്നും ഇല്ലെന്ന് തോന്നുന്നു ഇപ്പോഴത്തെ പിള്ളേർക്ക്, ഇല്ലേ? കാണത്തില്ല, അല്ലേ? ഫോണും TV കണ്ടുകൊണ്ടിരിക്കും. സ്കൂളിൽ പോകുമ്പോൾ ഉണ്ടായിരിക്കും, അല്ലാതെ വീട്ടിലിരിക്കുന്നതേ. മറ്റേ അടുത്തുള്ള പിള്ളേരെല്ലാം കൂടെ കളിക്കുമല്ല, അതൊന്നും ഇപ്പം നിർത്തിയെന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് വേനൽക്കാലത്താണ് ഈ പാടങ്ങൾ വെറുതെ കിടക്കുമ്പോഴേ, എൻ്റെ ചെറുപ്പകാലത്ത് ആ പാടത്ത് പോയി കളിക്കുന്നു. വീടിൻ്റെ വാതിക്കൽ പാടമുണ്ട്, വേനൽക്കാലത്ത് വെള്ളവും ഇല്ല. എന്തെങ്കിലും കിട്ടിയോ? നിങ്ങൾക്ക് അവസരം തന്നില്ലെന്ന് പിന്നെ പറയരുത്. സിയോ എങ്ങനെയാ കിട്ടിയ? ഡിയോ എങ്ങനെയാണ് കിട്ടിയത്? അല്ലേ, സി എന്ന് പറയാനുള്ള ചേതോ വികാരം എന്താണ്? എന്തെങ്കിലും അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്.
അല്ല, അത് തോന്നിയത് എങ്ങനെയാണെന്നാണ് ഞാൻ ചോദിച്ചത്. കാരണം ഞാനിത് ചോദിക്കുന്നത് നിങ്ങളുടെ ചിന്ത ശരിയാണോ, നിങ്ങളുടെ ചിന്തിക്കുന്നതിൽ തെറ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾക്ക് അതുകൊണ്ട് ഗുണമേ ഉള്ളൂ, ദോഷം ഒരിക്കലും വരത്തില്ല. അത് തിരുത്താൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഉത്തരം സി തന്നെയാണ്. ശരിയായ റീസണിങ് ആയിരിക്കാനൊരു സാധ്യതയില്ല. നിങ്ങൾ ഏതെങ്കിലും ഒരു പോയിന്റ് എടുത്തിട്ട് അപ്പം അതിനകത്ത് വന്നായിരിക്കും ഇല്ലേ. ഇപ്പം 2 എന്ന് എടുത്തു കഴിഞ്ഞാൽ 2 + ½ 2.5. അത് ഓപ്ഷൻ സിയിൽ വരുമല്ലോ. അങ്ങനെ വല്ലതും ആണോ പറഞ്ഞത്? ഞാൻ പറയാം ചെയ്യുന്നത് എങ്ങനെയാണ്. y = fx എന്ന് എടുക്കുക. അതായത് x + 1/x ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ xy = x² + 1 എന്ന് കിട്ടിയില്ലേ. x² - xy + 1 = 0. ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ലേ എക്സിലെ. ദിസ് ഈസ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഇൻ എക്സ്. ഒരു ഇക്വേഷൻ്റെ റൂട്ട്സ് റിയൽ ആവുന്നത് എപ്പോഴാണ്? ഡിസ്ക്രിമിനന്റ് greater than or equal to 0. സിൻസ് എക്സ് ഈസ് റിയൽ, എക്സ് എന്ന് പറയുന്നത് ആറിലല്ലേ, അതുകൊണ്ടാണ് r - അപ്പോൾ ഡിസ്ക്രിമിനന്റ് greater than or equal to 0 ആയിരിക്കും. ഡിസ്ക്രിമിനന്റ് എത്രയാണ് ഇവിടെ? -y² - 4 × 1 × 1. y² greater than or equal to 4. അങ്ങനെയാണെങ്കിൽ y എങ്ങനെ കിട്ടും? y greater than or equal to 2 അല്ലെങ്കിൽ or y less than or equal to -2 എന്നും പറയാമല്ലോ. സോ y ആണ് ഈ റേഞ്ച് എന്ന് പറയുന്നത്, വൈയുടെ കളക്ഷനാണ്. റേഞ്ച് ഓഫ് f = set of all y such that y greater than or equal to 2 or y less than or equal to -2 അല്ലേ. അതായത് 2 ഇൻഫിനിറ്റി അല്ലേ, യൂണിയൻ -ഇൻഫിനിറ്റി -2 എന്നല്ലേ അങ്ങനെ എഴുതാം. അല്ലെങ്കിൽ ആറിൽ നിന്ന് ഇങ്ങനെ എഴുതിയാലും ശരിയാണ്. അങ്ങനെയല്ല ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്നത്, ഇതാണ് അല്ലേ, അതല്ല ഇത്. നോക്കട്ടെ. അല്ല, B-C അല്ല ശരി കേട്ടാ, നിങ്ങൾ B ആണ് ശരിയാണ് അല്ലേ. ഇതിനകത്ത് നോക്കട്ടെ, -2 വരാമല്ലോ. -2 വരുന്ന ഇതിനകത്തല്ലേ. നിങ്ങൾ പറഞ്ഞതിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. എഴുതിക്കും ആൻസർ. രണ്ടു തരത്തിലും ഓപ്ഷൻ വരാം. ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും ചോദിക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ. രണ്ടും ഒന്നാണ്. ഇതാകുമ്പോൾ 2 ഇൻ്റർവെലിൻ്റെ യൂണിയനായിട്ട് എഴുതിയിരിക്കുന്നു, മറ്റേത് ഇൻ്റർവെൽ അല്ല എന്നേ ഉള്ളൂ. ഇങ്ങനെ ഇത് പഠിപ്പിക്കാനെങ്കിൽ തന്നെ വേണം ഒരു 2 മണിക്കൂർ പഠിപ്പിക്കാൻ വേണ്ടി, റേഞ്ചും ഡൊമൈനും പഠിപ്പിക്കാൻ. ചോദ്യങ്ങളെ ഒരു 30 ചോദ്യം പ്രയാസമുള്ളത് തന്നെ. പഠിപ്പിക്കാനാണെങ്കിൽ എല്ലാ സെക്ഷനിലും ഉണ്ട് ഇതുപോലെ. ഞാൻ 3 കൊല്ലം വേണം 4 കൊല്ലം വേണമെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ചുമ്മാ ഇയാൾ ചുമ്മാ പറയുന്നതാണെന്ന് വിചാരിക്കും. HSC ഒക്കെ പഠിപ്പിച്ചാൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഓരോ ചെറിയ ചാപ്റ്റർ എടുക്കുമ്പോഴും 3-4 ദിവസം പഠിപ്പിക്കാനുണ്ട്. അവരൊരു പീരീഡ് കൊണ്ട് പഠിപ്പിക്കുന്നതായിരിക്കും 3-4 ദിവസം എടുക്കുന്നത്. ഒരു പീരീഡ് തന്നെ 1/4 മണിക്കൂർ. അതിവിടെ 5 ദിവസം പറഞ്ഞാൽ 20 മണിക്കൂറാവും. അത് വെറൈറ്റി ചോദ്യങ്ങൾ പഠിപ്പിക്കുമ്പോഴാണ് ഈ സമയം പിടിക്കുന്നത്. അവരേതായാലും എറണാകുളത്തുനിന്ന് വിളിച്ചില്ല. 11 മണിക്ക് വിളിക്കുമെന്ന് എന്നോട് പറഞ്ഞു. ഇനി ഞാൻ എപ്പോഴെങ്കിലും വിളിക്കുമായിരിക്കും.
രണ്ടാമത്തെ വീഡിയോ എത്ര മിനിറ്റ് ആയി? കുറെ കൂടെ. മറ്റേത് എനിക്ക് 3/4 മണിക്കൂറെങ്കിലും എടുത്തു കാണും. അത് രണ്ടാക്കാനുണ്ടായിരുന്നു. The domain of the function fx equal to the domain of the function fx equal to 1 divided by root of modulus x minus x is modulus x minus x is option A r minus singleton 0, option B open minus infinity 0, option 0 infinity, open 0 infinity, പിന്നെ ഓപ്പൺ -1 ഇതിൻ്റെ ഡൊമൈൻ എന്താണെന്നാണ്. ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതൊക്കെ എക്സിന് ഡിഫൈൻ. എനിക്ക് ഇതിനകത്തോട് ഭിന്നാഭിപ്രായമുണ്ട്. എപ്പോഴും ചോദിക്കുന്നതാണ് ഡൊമൈൻ. ഒരു ഫംഗ്ഷൻ പറയുമ്പോൾ ഡൊമൈൻ പറയണം. എഫ് ഫ്രം എ ടു ബി എന്ന് പറഞ്ഞാൽ എ ആണ് ഡൊമൈൻ. പിന്നെ എന്തിനാണ് ആ ചോദ്യം ചോദിക്കുന്നത്? ഇത് സ്ഥിരം ചോദ്യമാണ് ഇങ്ങനെ. ഡൊമൈൻ റേഞ്ച് ചോദിക്കുന്നതിന് പിന്നെയും കഥയുണ്ട്. ഡൊമൈൻ ചോദിക്കുന്നതിന് നമ്മൾ പഠിപ്പിക്കാൻ തുടങ്ങുന്നത് എങ്ങനെയല്ലേ? എഫ് ഫ്രം എ ടു ബി ഫംഗ്ഷൻ ആകണമെങ്കിൽ എയിലുള്ള എല്ലാ പോയിന്റിനും ബിയിൽ കൃത്യമായ ഒരു ഇമേജ് ഉണ്ടാകും, അതല്ലേ? അപ്പോൾ ഡൊമൈൻ അവിടെ തന്നെ വരുന്നില്ലേ? പിന്നെന്തിനാണ് ചോദിക്കുന്നത്? പൊട്ടത്തരമാണ് ശരിക്കും പറഞ്ഞാൽ. എൻ്റെ ഭിന്നാഭിപ്രായത്തോടെ ചോദ്യം പറയുന്നത്. അങ്ങനെയല്ലേ നിങ്ങൾ ഫങ്ഷൻസ് പഠിച്ചിരിക്കുന്നത്? ഫങ്ഷൻ തുടങ്ങുമ്പോൾ തന്നെ ഡൊമൈൻ ഏതാന്ന് പറയണം. ഇതൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സംശയം വരത്തില്ലേ എനിക്ക് ചോദ്യം കാണുമ്പോൾ? പറയുന്ന എല്ലാം വേദവാക്യമായിട്ട് കരുതുക. ഇപ്പം ഞാൻ പറഞ്ഞത് ബോധ്യമായ ഇപ്പം എന്താണ് ഈ ഫംഗ്ഷൻ പറയുമ്പോൾ അതിന് ഡൊമൈൻ ഉണ്ട്. അതിന് പ്രത്യേകിച്ചൊന്നും ചോദ്യം ഒന്നും പറയേണ്ട കാര്യമില്ല. അല്ല, ഒരു ഇത് കേട്ടാൽ ഇതിനൊരു ഡൊമൈനേ ഉള്ളെന്ന് തോന്നിപ്പോ. ഇപ്പൊ എഫ് എക്സ് ഇക്കട്ട് എസ് കയർ ഞാൻ ഇവരുദ്ദേശിക്കുന്ന ഡൊമൈൻ ആറെന്നാണ്. ആറി കുറഞ്ഞ ഡൊമൈൻ എടുക്കാൻ വയ്യേ. പിന്നെ ആ ചോദ്യത്തിന് അർത്ഥം തന്നെയാണ്. അവർ ആറെന്ന് എഴുതിയാലേ മാർക്ക് വരത്തുള്ളൂ. എക്സ് സ്ക്വയറിനാണെങ്കിലേ എല്ലാ എക്സിന് അവരുദ്ദേശിക്കുന്ന ഏതൊക്കെ എക്സിന് ഡിഫൈൻഡ് ആണ് എന്നാണ് അവർ ചോദ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ പഠിക്കുന്നത് അങ്ങനെ അല്ലല്ലോ. നിങ്ങൾക്ക് ഒരുപക്ഷെ സംശയം കാണും, പക്ഷെ പുറത്തു പറയാൻ ഭയമാണ്. അതാണ് കാര്യം. നമ്മൾ പൊട്ടനാണെന്ന് മറ്റുള്ളവർ വിചാരിക്കുമോ എന്നുള്ള ഒരു ഭയമല്ലേ എൻ്റെ പിന്നിൽ. അതുകൊണ്ടാണ് ഈ പൊട്ടന്മാർ നിലനിൽക്കുന്നതും ഈ സമൂഹം ഇങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ടാണ്. എല്ലാ ഫീൽഡിലും തന്നെ ചിലയിടത്ത് ഇപ്പോൾ കോടതിക്കെതിരെയാണെങ്കിൽ പറഞ്ഞാൽ ശിക്ഷ കിട്ടും, ബാക്കി പറഞ്ഞാൽ ശിക്ഷയൊന്നും കിട്ടത്തില്ല. ശിക്ഷ കിട്ടുന്നത് പേടിച്ചാണ്, അല്ലെങ്കിൽ കോടതി അതിനെടുത്ത് അലക്കിയാന്. അതിൻ്റെ ഒരു ലോജിക്കില്ല ഈ കോടതി വിധിയൊക്കെ പറയുന്നതിൽ. അയോധ്യ കേസ് വിധിച്ചപ്പോഴേ പള്ളി പൊളിച്ചത് തെറ്റാന്ന് പറയാം, പക്ഷേ ശിക്ഷയില്ല. എന്നാൽ പിന്നെ ലോജിക്ക് വരണമെങ്കിൽ ഒരു കുറ്റം ചെയ്തില്ലെന്ന് പറയണ്ടേ?
എങ്കിൽ ലോജിക്ക് വരത്തില്ലേ? നിങ്ങൾ ഓർക്കുന്നുണ്ടാ പറ്റി അയോധ്യ പള്ളി പൊളിച്ചപ്പോഴേ ചെയ്തവരെ വെറുതെ വിട്ടു. അവർ ചെയ്ത കുറ്റമാണെന്ന് കോടതി പറഞ്ഞു. എന്നാ പിന്നെ ഈ മണ്ടന്മാർക്ക് കുറ്റം ചെയ്തില്ലെന്ന് ഇരിക്കാൻ പറ്റില്ല, ലോജിക്കെങ്കിലും വരത്തില്ല. ഇങ്ങനെയാണ് കോടതിയിലൊക്കെ ചെയ്യുന്നത്. നമുക്ക് പുറത്ത് പറയാനും പറ്റത്തില്ല, നമ്മളെപ്പോഴും ജയിലിലിടും. അതുകൊണ്ട് വേണ്ടാത്തത്. ബാക്കിയുള്ളവരെ ഒന്നും വരാതൊന്നുമില്ല, വന്നാലും അത് ഊരിപ്പോകാം. ഞാൻ പറഞ്ഞതിന്റെ കൺസെപ്റ്റ് മനസ്സിലായോ? ഒരു ഫംഗ്ഷൻ വരുമ്പോൾ അതിന് ഡൊമൈൻ പറയണം. ആ ഡൊമൈൻ തന്നെ ആവണമെന്നൊന്നുമില്ല. എസ്ക്വയറിനായി ചെറുതെടുത്ത് ഡൊമൈൻ ആകാൻ വരെ ഇതല്ലേ പറഞ്ഞ് പഠിപ്പിക്കാൻ തുടങ്ങുന്നത് അങ്ങനെയല്ലേ? ഇപ്പൊ 0യും 1ഉം ആണ് ഡൊമൈൻ, അല്ലെങ്കിൽ 0യും 1ഉം അല്ലെങ്കിൽ 1, 2, 3 ആണെങ്കിൽ റേഞ്ച് 1, 4, 9 എന്ന് കിട്ടും. ഈ 1, 2, 3 തന്നെ എടുക്കണം എന്നല്ല നിർബന്ധം. നാച്ചുറൽ നമ്പർ മുഴുവൻ വേണേ എടുക്കത്തില്ലേ, റിയൽ നമ്പർ മുഴുവൻ വേണേ. അങ്ങനെയാണല്ലോ പഠിപ്പിക്കാൻ തുടങ്ങുന്നത്. എന്നിട്ട് ഈ ചോദ്യം വന്ന 6 എഴുതിയാലേ മാർക്ക് കൊടുക്കും. എന്ത് യുക്തിയാണ് ഇരിക്കുന്നത്? റേഞ്ച് ആണെങ്കിൽ കാര്യമുണ്ട്. ഡൊമൈൻ തന്നു കഴിഞ്ഞാൽ അതും ഡൊമൈൻ തരണം. ഡൊമൈൻ തരുമ്പോൾ അല്ലാതെ റേഞ്ച് പറഞ്ഞിട്ട് അർത്ഥമൊന്നുമില്ല. ഡൊമൈനിലെ പോയിന്റ്സിന്റെ ഇമേജസിന്റെ കളക്ഷൻ ആണല്ലോ വരുന്നത്. ഇപ്പോൾ f(x)(x²) ഡൊമൈൻ പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് ആണെങ്കിൽ റേഞ്ചും അത് തന്നെ വരും, ഇല്ലേ? അങ്ങനെയല്ലേ വരുന്നത്. നാച്ചുറൽ നമ്പർ ആണ് ഡൊമൈനെങ്കിലോ 1, 4, 9 അങ്ങനെ വരത്തുള്ളൂ, ഇല്ലേ? സെറ്റ് 1, 4, 9 എക്സെട്ര. റിയൽ നമ്പർ മുഴുവൻ എടുക്കുന്നെങ്കിൽ റേഞ്ച് റിയൽ നമ്പർ റിയൽ നമ്പർ മുഴുവനാണെങ്കിൽ പോസിറ്റീവ് റിയൽ നമ്പർ മുഴുവനാണെങ്കിൽ റേഞ്ചും ആ പോസിറ്റീവ് റിയൽ നമ്പറും മുഴുവൻ വരും. അപ്പോൾ ഡൊമൈന് അനുസരിച്ചാണ് റേഞ്ച് ഇരിക്കുന്നത്. അല്ലാതെ ചുമ്മാ റേഞ്ച് എന്നും പറഞ്ഞ് ചോദിച്ചിട്ട് ഒരർത്ഥമൊന്നുമില്ല. ഇതിന് എൻ്റെ ചോദ്യം പെർഫെക്റ്റ് ആണ്. ഞാൻ കറക്റ്റായിട്ട് ഡൊമൈൻ പറഞ്ഞിട്ടില്ലേ? ഡൊമൈൻ പറയാതെ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പറയാനൊക്കത്തില്ല. ഇതാണ് ഉത്തരവെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പൊ എന്നാ ഇതല്ലേ, ഇത് ഏതൊക്കെ ഇങ്ങനെ ചോദ്യം ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം ഏതൊക്കെ എക്സിന് ഇത് ഡിഫൈൻഡ് ആണെന്നുള്ള അർത്ഥത്തിൽ എടുത്താൽ മതി. അപ്പോൾ എക്സ് പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ മോഡുലസ് എക്സ് തന്നെയല്ലേ? പോസിറ്റീവ് ആയാലും 0 ആയാലും, ഇല്ലേ? അപ്പോൾ ഇത് 0 ആയി പോകില്ലേ? താഴെ 0 വരുമ്പോൾ ഡിഫൈൻഡ് ആണോ? അല്ല. അപ്പോൾ ഇത് ചുരുക്കത്തിൽ 0യിലും പോസിറ്റീവിലും ഡിഫൈൻഡ് അല്ല. നെഗറ്റീവ് ആയാലോ? എക്സ് നെഗറ്റീവ് ആണെങ്കിൽ മോഡുലസ് എക്സ് -x വരും. അപ്പോൾ താഴത്തെ 1/√(-x - x) 1/√(-2x) എന്ന് കിട്ടും. അത് എക്സ് നെഗറ്റീവ് ആയതുകൊണ്ട് 2x പോസിറ്റീവ് ആണല്ലോ. പോസിറ്റീവിന് സ്ക്വയർ റൂട്ട് ഉണ്ട്. അതായത് എല്ലാ നെഗറ്റീവിനും ഇത് ഡിഫൈൻഡ് ആണ്. 0യ്ക്കും പോസിറ്റീവും ഡിഫൈൻഡ് അല്ല. അതേതാണ്? അതുകൂടെ എഴുതിയിരിക്കുന്നത് ഇത് ഓപ്ഷൻ ബി ആണ് ആൻസർ. അതായത് ഡൊമൈൻ ഡൊമൈൻ ആണല്ലോ കാണേണ്ടത്. ആ ഡൊമൈൻ ഇതിൽ കുറച്ചെടുത്താൽ ഫംഗ്ഷൻ ആവത്തില്ലേ? എനിക്കതിനോടാണ് വിയോജിപ്പ്. ഇതിൽ കൂടരുതെന്നല്ലേ ഉള്ളൂ. ഇതിൽ കുറച്ചെടുത്താലേ ഫംഗ്ഷൻ ആവത്തില്ലേ? പിന്നെ എന്തിനാണ് അത് പറയുന്നത്? നമ്മൾ ആദ്യം പറയുന്നതിന് വിപരീതമായി പോയത്. കുട്ടികൾ മണ്ടന്മാരായിട്ടും ചോദിക്കാത്തതാണ്. അല്ലെ ഇത് സംശയം ചോദിച്ചാൽ നിങ്ങൾ എന്ത് മറുപടി പറയും ഇതിനെ? അപ്പൊ അത് എഴുതിക്കും ആൻസർ. ഇഫ് x greater than or equal to 0, then മോഡുലസ് x ഈക്വൽ ടു, ഇത് ഒരിക്കൽ സെറ്റിന് ചോദിച്ച കേട്ടോ, മോഡുലസ് x ഈക്വൽ ടു x എന്ന് കിട്ടും, ഇല്ലേ? സോ √(മോഡുലസ് x - x) ഈക്വൽ ടു √(x - x) ഈക്വൽ ടു 0 എന്ന് കിട്ടും, ഇല്ലേ? അപ്പോൾ 1/√(മോഡുലസ് x - x) നോട്ട് ഡിഫൈൻഡ് എന്നല്ലേ? നോട്ട് ഡിഫൈൻഡ് ഇഫ് x greater than or equal to 0. അത്ര എഴുത്. If x greater than or equal to 0, then modulus x equal to x.
അപ്പോൾ റൂട്ട് ഓഫ് എക്സ് മൈനസ് എക്സ് 0 എന്ന് കിട്ടും. അപ്പോൾ ഡിനോമിനേറ്റർ 0 വരുമ്പോൾ ഡിഫൈൻഡ് അല്ലല്ലോ. ഇനി നെഗറ്റീവ് ആവുമ്പോഴേ എന്താ സംഭവിക്കുന്നത് നോക്കാം. അപ്പോൾ മോഡുലസ് എക്സ് എത്ര കിട്ടും? മൈനസ് എക്സ് അല്ലേ? വൺ ബൈ റൂട്ട് ഓഫ് മൈനസ് 2x. This is defined for x less than 0 അല്ലേ? എക്സ് നെഗറ്റീവ് ആവും, മൈനസ് 2x പോസിറ്റീവ് അല്ലേ? അതിന് സ്ക്വയർ റൂട്ട് ഉണ്ടല്ലോ. ഇനി അത് ഞാൻ വിശദീകരിക്കണം. മോഡുലസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആബ്സല്യൂട്ട് വാല്യൂ. നെഗറ്റീവിൻ്റെ നെഗറ്റീവ് എടുക്കുമ്പോൾ അല്ലേ പോസിറ്റീവ് വരുന്നത്. മോഡുലസ് എക്സിൻ്റെ ഡെഫിനേഷൻ ഞാൻ തന്നെ ഒരു 10 തവണ പറഞ്ഞു, 10 അല്ല അതിൽ കൂടുതൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഡൊമൈൻ എന്തായിരിക്കും? സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ലെസ് ദാൻ 0 അല്ലേ? അതായത് -∞ 0. ഓപ്ഷൻ ബി ആണ്. പക്ഷേ ഇങ്ങനത്തെ ചോദ്യങ്ങൾ പഠിപ്പിച്ചു കഴിഞ്ഞാൽ 500 എണ്ണം പഠിപ്പിച്ചാൽ ചിലപ്പോൾ 2 ചോദ്യമായിരിക്കും വരുന്നത്. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. പക്ഷേ MSc പോർഷൻ ആണെങ്കിൽ അങ്ങനെയല്ല. ഒരു സബ്ജക്റ്റിൽ നിന്ന് കുറഞ്ഞത് ഒരു 6-7-8 ചോദ്യം ചോദിക്കുമെന്നുള്ള ഉറപ്പുണ്ട്. ഇപ്പോൾ അൽജിബ്ര പഠിച്ചാലും അതിനകത്ത് 7 ചോദ്യം കാണും, 7-8 ആണ്. എല്ലാത്തിൽ നിന്നും അങ്ങനെ കാണും. മറ്റേതങ്ങനെ പറയാൻ പറ്റത്തില്ല.